പൗർണമിക്കാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാസത്തിലൊരിക്കൽ മാത്രമേ നട തുറക്കാറുള്ളൂ. അതും വെളുത്തവാവ് ദിവസം, അതായത് പൗർണമി ദിവസം. വെളുപ്പിന് 4-ന് നട തുറന്നാൽ രാത്രി 11 മണിയായിട്ടേ നട അടയ്ക്കാറുള്ളൂ. അല്ലാതുള്ള ഇടവേളകളിലൊന്നും തന്നെ നട അടയ്ക്കുന്ന പതിവില്ല. കാരണം മാസത്തിൽ ഒരു ദിവസം ആയതിനാൽ ഒരു 60,000-70,000-ഓളം ഭക്തർ അന്നേ ദിവസം ദൂരദേശങ്ങളിൽ നിന്ന് വരെ വന്നെത്താറുണ്ട്. അതുമല്ല, ദേവിയുടെ നിർദ്ദേശമാണ് അന്ന് നട അടയ്ക്കേണ്ടതില്ല. രാവിലെ നട തുറന്നാൽ രാത്രിയിൽ മാത്രം നട അടച്ചാൽ മതി. അതുവരെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ഇവിടുത്തെ അമ്പലങ്ങളുടെ നിർമ്മാണമായിരുന്നാലും വിഗ്രഹങ്ങളുടെ കാര്യമായിരുന്നാലും നിവേദ്യത്തിൻ്റെ കാര്യമായിരുന്നാലും എല്ലാം ഈശ്വരൻ, ഇവിടുത്തെ ദൈവശക്തിയാണ് തീരുമാനിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ അപ്പോൾ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ഉപാസകരായ വ്യക്തികളിൽ ദേവി ചൈതന്യം വന്നിട്ടാണ് ഇതെല്ലാം ചോദ്യം ചെയ്യുന്നത്. ആ വ്യക്തികൾ പോലും അറിയുകയോ കാണുകയോ ചെയ്യാത്ത വിഷയങ്ങൾ പോലും ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് ഉടനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആ ഒരു ഭയം ഉള്ളതിനാൽ ഇവിടെ ആരും തന്നെ അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഏത് തരം രോഗമായിരുന്നാലും, അത്യാസന്ന നിലയിലുള്ളവരായിരുന്നാലും, വീടുകളിൽ അനേക വർഷങ്ങളായി ചികിത്സയിൽ കഴിയുന്നവരായിരുന്നാലും, കിടപ്പിലായിപ്പോയ രോഗികളായിരുന്നാലും, ഏതവസ്ഥയിലുള്ള രോഗികൾക്കും ദേവിയുടെ കൃപാകടാക്ഷത്താൽ ആ രോഗത്തിന് ശാന്തി വരുത്തുവാൻ കഴിയും എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കുലദേവതയെ കണ്ടെത്തുവാനായിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ കുലദേവത ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിന് പൂജാവിധികൾ നടത്തേണ്ടതായ കാര്യങ്ങളെല്ലാം ഉപദേശം ചെയ്തു കൊടുക്കുകയും ചെയ്യും. കാരണം പല വ്യക്തികൾക്കും അവരുടെ കുലക്ഷേത്രത്തിൽ ചിലപ്പോൾ പ്രവേശിക്കുവാൻ കഴിയാത്ത സാഹചര്യം വന്നു ചേരാം. കാരണം കുടുംബപരമായ തർക്കങ്ങളോ അല്ലെങ്കിൽ ആ ഭൂമി മറ്റ് മതസ്ഥർക്കുടെ കൈവശത്തില്ല, അതിലേക്ക് അത് വിൽപ്പന നടത്തി അല്ലെ കൈമാറ്റം ചെയ്ത ഒരവസ്ഥ സംഭവിച്ചതുകൊണ്ടോ ഈ കുടുംബക്ഷേത്രത്തിൽ കയറി പൂജയോ പ്രാർത്ഥനയോ ഒന്നും നടത്തുവാൻ കഴിയാത്ത അനേകം കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പൗർണമിക്കാവിൽ വന്നാൽ അതിനെന്ത് ചെയ്യണമെന്നുള്ള പ്രതിവിധിയും പറഞ്ഞു കൊടുക്കും. കാരണം അവരുടെ കുടുംബദേവതയെ അവർക്ക് ഉപാസന നടത്താനുള്ള എല്ലാ മാർഗവും പറഞ്ഞു കൊടുക്കും. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.